പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഓണക്കാല സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണ നടപടികൾ ആരംഭിച്ചു. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ വമ്പൻ മാറ്റങ്ങൾ വരുത്തുന്നത്. അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന 26.67 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു മുടക്കവും കൂടാതെ ക്ഷേമ പെൻഷൻ ഓഗസ്റ്റ് മാസം മുതൽ കൃത്യമായി തന്നെ എത്തിച്ചേരും. എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ട് വഴിയാക്കുന്നത് തിടുക്കത്തിൽ നടപ്പാക്കില്ലെന്ന് സർക്കാർ. ഓണക്കാലത്തും നിലവിലെ രീതി തുടരും. കിടപ്പ് രോഗികൾ ഒഴികെയുള്ള ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ട് വഴിയാക്കാനുള്ള തീരുമാനം തിടുക്കത്തിൽ നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നതിന് മുൻപായി ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് മതിയായ സമയം അനുവദിക്കും. വരാനിരിക്കുന്ന ഓണക്കാലത്തുൾപ്പെടെ പെൻഷൻ വിതരണം നിലവിലെ രീതിയിൽ തന്നെ തുടരാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ കൊണ്ടുവരികയുള്ളൂ. ഇതിനായി വേഗത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിക്കുന്നതിനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായ ഉടൻ തന്നെ വിതരണം ബാങ്ക് വഴിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുൻപ് തീരുമാനിച്ചതുപോലെ കിടപ്പ് രോഗികളെ ഈ പരിഷ്കാരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുണഭോക്താക്കൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ടെന്ന് സർക്കാർ അറിയിച്ചു. ക്ഷേമ പെൻഷൻ വിതരണം അവസാനിപ്പിക്കുന്നതിനായിട്ടുള്ള സർക്കാരിന്റെ രഹസ്യ നീക്കമാണ് നടക്കുന്നതെന്ന പ്രതിപക്ഷ ആരോപണത്തെ സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അർഹരായ എല്ലാവർക്കും തടസ്സങ്ങളില്ലാതെ പെൻഷൻ ലഭ്യമാക്കാനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത്. നിലവിൽ സഹകരണ സൊസൈറ്റികളിലെ ഏജന്റുമാർ മുഖേനയാണ് പലർക്കും ക്ഷേമ പെൻഷൻ തുക വീട്ടിലെത്തിച്ച് നൽകുന്നത്. എന്നാൽ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാത്ത പെൻഷൻ തുക സർക്കാരിലേക്ക് യഥാസമയം തിരിച്ചടക്കുന്നതിൽ ചിലയിടങ്ങളിൽ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെൻഷൻ വിതരണം നേരിട്ട് ബാങ്ക് അക്കൗണ്ട് വഴിയാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മറ്റൊരറിയിപ്പ്, ഗാർഹിക LPG കണക്ഷനുകളുടെ EKYC പൂർത്തിയാക്കുന്ന സമയപരിധി അടുത്തു. ഓഗസ്റ്റ് 15-നകം ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കി നൽകിയില്ലെങ്കിൽ സബ്സിഡി നിരക്കിലുള്ള സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളും മുന്നറിയിപ്പ് നൽകി. വ്യാജ കണക്ഷനുകളും ഒരേ വ്യക്തിയുടെ പേരിലുള്ള ഒന്നിലധികം ഗ്യാസ് കണക്ഷനുകളും കണ്ടെത്തി ഒഴിവാക്കാനും അർഹരായ ഉപഭോക്താക്കൾക്ക് മാത്രം സബ്സിഡി ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്താനുമാണ് പെട്രോളിയം മന്ത്രാലയം ഈ നടപടി ശക്തമാക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് തുടർന്ന് വാണിജ്യ നിരക്കിൽ സിലിണ്ടറുകൾ വാങ്ങേണ്ടി വന്നേക്കാം. കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന LPG സബ്സിഡിയെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കും. എന്നാൽ നേരത്തെ തന്നെ ബയോമെട്രിക് EKYC പൂർത്തിയാക്കിയിട്ടുള്ള ഉപഭോക്താക്കൾ വീണ്ടും ഈ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ ഉപഭോക്താക്കൾക്ക് ആപ്പ് വഴിയും മറ്റ് കമ്പനികളുടെ ഉപഭോക്താക്കൾക്ക് അതത് ഔദ്യോഗിക ആപ്പുകളോ വെബ്സൈറ്റുകളോ വഴിയും ഓൺലൈനായി EKYC നടപടികൾ പൂർത്തിയാക്കാം. ഇതുകൂടാതെ അടുത്തുള്ള ഗ്യാസ് ഏജൻസി സന്ദർശിച്ചോ വീട്ടിൽ സിലിണ്ടർ എത്തിക്കുന്ന ഡെലിവറി ജീവനക്കാർ വഴിയോ ബയോമെട്രിക് വിവരങ്ങൾ കൈമാറാനും സൗകര്യമുണ്ട്. ഇതിനായി ഉപഭോക്താവിൻ്റെ ആധാർ കാർഡും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യമാണ്. അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഏജൻസികൾ അഭ്യർത്ഥിച്ചു. മറ്റൊരറിയിപ്പ്, ആശാ വർക്കർമാരുടെ ഓണറേറിയം 12,000 രൂപ ആക്കിയതിന് പിന്നാലെ ഇൻസെന്റീവിന് ഏർപ്പെടുത്തിയിരുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഒഴിവാക്കി UDF സർക്കാർ. ഇതോടെ ജോലി ചെയ്യുന്ന എല്ലാ ആശമാർക്കും മാസം 12,000 രൂപ ലഭിക്കും. ഇൻസെന്റീവിന് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ഓണറേറിയം പകുതിയായി വെട്ടിക്കുറച്ചിരുന്ന മുൻ സർക്കാരിന്റെ ഉത്തരവാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവ് ഇറക്കിയത്. 2018 മുതലാണ് ഓണറേറിയത്തിന് 10 മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത്. തുടർന്ന് 2025 ഫെബ്രുവരി 10-ന് ആരംഭിച്ച രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി മാനദണ്ഡങ്ങൾ പിൻവലിച്ചെങ്കിലും അത് മറ്റൊരു രീതിയിൽ ഇൻസെന്റീവിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഈ ഉപാധികളും പിൻവലിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. തുടർന്ന് അന്നത്തെ മന്ത്രി വാക്ക് നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഓണക്കാല ഉത്സവ ഭത്ത 6,000 രൂപയാക്കി വർദ്ധിപ്പിച്ച് UDF സർക്കാർ.
ആധാരമെഴുത്തുകാർ, പകർപ്പെഴുത്തുകാർ, സ്റ്റാമ്പംഗങ്ങൾ, ക്ഷേമനിധി അംഗങ്ങൾ എന്നിവർക്ക് ബാധകമാണ് ഇത്. 6000-ഓളം വരുന്ന ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് ഉത്സവ ഭത്തയുടെ ആനുകൂല്യം ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. മുൻപ് 5500 രൂപയായിരുന്നു ഉത്സവ ഭത്തയായി നൽകിയിരുന്നത്. 500 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അംഗങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ വായ്പ 3 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമായും കൂട്ടിയിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്. പ്രവാസി ക്ഷേമനിധിയിൽ അംശാദായം അടക്കുന്നതിൽ വീഴ്ച വരുത്തിയ അംഗങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതിൽ ആശങ്ക. രോഗം, തൊഴിൽ നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങി വിവിധ കാരണങ്ങളാൽ അംശാദായം കുടിശ്ശികയായ ഒട്ടേറെ പേർക്കാണ് പെൻഷൻ ലഭ്യമാകാത്തത്. ഇവർ ക്ഷേമനിധിയിൽ ഇതുവരെ അടച്ച പണം മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ. അംഗത്തിന് 60 വയസ്സ് പൂർത്തിയാകുന്ന തീയതി വരെ കുടിശ്ശിക ഒടുക്കാനായില്ലെങ്കിൽ പെൻഷൻ ലഭിക്കില്ല. മാത്രമല്ല, പെൻഷനാകുന്ന ദിവസത്തിന് മുൻപ് അപേക്ഷ നൽകാത്തവരും പെൻഷൻ ലഭിക്കാൻ അർഹരല്ലെന്നാണ് ക്ഷേമനിധി ബോർഡിന്റെ കണ്ടെത്തൽ. അംഗങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം തന്നെ അവരുടെ ക്ഷേമനിധി അക്കൗണ്ട് ക്ലോസ് ചെയ്യും. തൊട്ടടുത്ത ദിവസം പോലും കുടിശ്ശിക അടക്കാനും പെൻഷന് അപേക്ഷ നൽകാനും അവസരമില്ല. മുൻപ് 1 വർഷത്തിൽ താഴെ മാത്രം കുടിശ്ശികയുള്ളവർക്ക് അത് അടക്കാൻ പ്രത്യേക ഉത്തരവിലൂടെ അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനായി സംവിധാനമില്ല. കുടിശ്ശിക കാരണം പെൻഷന് അർഹത നഷ്ടമായവർക്ക് പെൻഷൻ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവസരം നൽകിയിരുന്നു. ഭരണമാറ്റം വന്നതോടെ ഇത് നടന്നില്ല. പെൻഷൻ ലഭിക്കാത്തവർ ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം ഹെഡ് ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ പരാതി എഴുതി വാങ്ങുന്നുണ്ട്. ഭരണമാറ്റത്തെ തുടർന്ന് പുതിയ ബോർഡ് അംഗങ്ങളുടെ യോഗം ചേർന്നിട്ടില്ലെന്നും അതിൽ തീരുമാനമെടുത്താൽ പെൻഷൻ ലഭിക്കുമെന്നുമാണ് പരാതിക്കാർക്ക് ലഭിക്കുന്ന മറുപടി. 2009 ആരംഭിച്ച പ്രവാസി ക്ഷേമനിധി ബോർഡിൽ 3 വിഭാഗങ്ങൾക്കാണ് അംഗത്വം നൽകുന്നത്. വിദേശത്ത് ഇപ്പോഴും ജോലി തുടരുന്ന പ്രവാസികൾ, ജോലി മതിയാക്കി തിരികെ എത്തിയവർ, 6 മാസമായി ഇതര സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികൾ എന്നിവരാണ് അംഗങ്ങൾ. വിദേശത്ത് തുടരുന്നവർ പ്രതിമാസം 350 രൂപ വീതവും മറ്റ് 2 വിഭാഗങ്ങളും പ്രതിമാസം 200 രൂപ വീതവുമാണ് അംശാദായം അടയ്ക്കേണ്ടത്. 5 വർഷത്തിൽ കുറയാതെ അംശാദായം അടച്ച വിദേശത്തുള്ള അംഗങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 3500 രൂപയും മറ്റ് 2 വിഭാഗങ്ങൾക്കും കുറഞ്ഞത് 3000 രൂപയുമാണ് പെൻഷൻ ലഭിക്കുക. 7000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്നവരും ഉണ്ട്. കഴിഞ്ഞ മെയ് വരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് 9.5 ലക്ഷം അംഗങ്ങളാണ് പ്രവാസി ക്ഷേമനിധിയിൽ ഉള്ളത്. 94,000-ലധികം പെൻഷൻകാരുമുണ്ട്. അപേക്ഷ നൽകി 6 മാസത്തിനുള്ളിൽ കിട്ടിയിരുന്ന പെൻഷൻ ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് കേരള പ്രവാസി വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന ചെയർമാൻ വ്യക്തമാക്കി. നിയമപരമായി വേതന പരിധിക്ക് മുകളിലുള്ള യഥാർത്ഥ ശമ്പളത്തിന്മേൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് വിഹിതം അടക്കുകയും 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിക്കുകയും ചെയ്ത ജീവനക്കാർക്ക് ഉയർന്ന പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഓപ്ഷൻ വിരമിക്കുന്നതിന് മുൻപ് നൽകിയില്ലെങ്കിൽ പോലും ഭേദഗതിക്ക് മുൻപുള്ള എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം ഉയർന്ന പെൻഷന് അർഹതയുണ്ടെന്ന് ഹൈക്കോടതി വിധിച്ചു. യഥാർത്ഥ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന പെൻഷൻ ലഭിക്കാൻ ജീവനക്കാർക്ക് അർഹതയുണ്ടെന്ന് അംഗീകരിക്കുകയും ഇതിനായുള്ള ഓപ്ഷൻ നൽകുന്നതിന് കർശനമായ സമയപരിധിയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്ത RC ഗുപ്ത, റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ, കേസിലെ 2016 സുപ്രീം കോടതി വിധി ഈ വിഭാഗം വിരമിച്ചവർക്കും ബാധകമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സംയുക്ത ഓപ്ഷൻ നൽകാതെ വിരമിച്ച ജീവനക്കാർക്ക് പെൻഷന് അർഹതയില്ലെന്ന് EPFO വാദം കോടതി തള്ളി. അർഹരായ എല്ലാ ഹർജിക്കാർക്കും ആനുകൂല്യങ്ങൾ 4 മാസത്തിനുള്ളിൽ ലഭ്യമാക്കാൻ കോടതി EPFOയോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണവും ഓണച്ചന്തകളുടെ പ്രവർത്തനവും ഊർജിതമാക്കാൻ സപ്ലൈകോക്ക് 253 കോടി രൂപയുടെ അടിയന്തര സഹായം പ്രഖ്യാപിച്ച് സർക്കാർ. ഭക്ഷ്യവിപണിയിലെ ഇടപെടലിനായി 200 കോടിയും സൗജന്യ ഓണക്കിറ്റ് നൽകുന്നതിനായി 53 കോടിയുമാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അറിയിച്ചു. മഞ്ഞക്കാട് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്. മുൻ സർക്കാരുകളൊന്നും ഒരുമിച്ച് ഇത്രയും വലിയ തുക വകുപ്പിന് അനുവദിച്ചിട്ടില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത്. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റൊന്നിന് 854 രൂപയാണ് ചിലവ് കണക്കാക്കുന്നത്. മഞ്ഞക്കാട് ഗുണഭോക്താക്കൾക്കുള്ള കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 ആരംഭിക്കുകയും ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25-നകം
വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും. അരി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അരിയും ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിനുള്ള സ്പെഷ്യൽ അരി വിതരണവും ഉടൻ ആരംഭിക്കും. നീല കാർഡുകാർക്ക് 3 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് കിലോക്ക് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. കൂടാതെ വിപണി ഇടപെടലിന്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ മെഗാ ഫെയറുകളും 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. ഈ സർക്കാരിന്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ ഇതുവരെ 448.05 കോടി രൂപയാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് അനുവദിച്ചത്. ഇതിൽ മാർക്കറ്റ് ഇടപെടലിനും സൗജന്യ കിറ്റ് വിതരണത്തിനുമായി 273 കോടി രൂപയും നെല്ല് സംഭരണ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ 154.79 കോടി രൂപയും ഗതാഗത ചാർജ് ഇനത്തിൽ 20.26 കോടി രൂപയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ സർക്കാർ 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ അനുവദിച്ചത് 700 കോടി രൂപ മാത്രമായിരുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി 1.5 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമെങ്കിലും സർവകാല റെക്കോർഡോടെ 73,024 പുതിയ മുൻഗണനാ കാർഡുകൾ അനുവദിച്ചു. ലഭിച്ച 76,000-ലധികം അപേക്ഷകളിൽ നിന്നാണ് ഇത്രയും അപേക്ഷകൾ അംഗീകരിച്ചത്. പുതിയ കാർഡുടമകൾക്ക് ഈ മാസം 3 മുതൽ തന്നെ സൗജന്യ റേഷൻ നൽകി തുടങ്ങി. ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. കൂടുതൽ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി അപേക്ഷ സമർപ്പിക്കുന്നതിനായി വാർഡടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടിക വാർഡംഗങ്ങൾക്കും CDSകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.